യുകെയിലേക്ക് വരാനിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇനിയിപ്പോൾ യുകെയുടെ ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റ് നോക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. കാരണം അത് ഇൻവാലിഡ് ആയിരിക്കുന്നു. 2024 ഏപ്രിൽ 4 മുതൽ UK ഗവൺമെൻറ് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം UK ഗവൺമെൻറ് ഹോം ഓഫീസ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മാക് ഇമിഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു പ്രപ്പോസലല്ല, UK ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇപ്പോഴും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ UK വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ആയിരിക്കും നോക്കേണ്ടത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 ഷോർട്ടേജ് ഓക്കുപ്പേഷൻ കോഡുകൾ എല്ലാം തന്നെ മാറ്റിയിരിക്കുന്നു. 2020 കോഡുകൾ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജോബുകൾ അതിനകത്തിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഗവൺമെൻറ് ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ കേവലം 23 ജോബ്സുകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ 3 ജോബുകൾ സ്കോട്ട്ലൻഡിന് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കി 20 ജോബുകളാണ് UKയ്ക്കായിട്ട് അവർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേഴ്സസിൻ്റെ വേക്കൻസികൾ ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഇല്ലല്ലോ, ഇനി ഇപ്പോൾ നേഴ്സസിന് വരാൻ സാധിക്കത്തില്ലേ എന്നുള്ള കാര്യം. എന്നാൽ അതിനുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഗവൺമെൻറ് നേരത്തെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 289 പേജുകളാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ജോബുകളും അതിനകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് UK വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളുടെ ജോലികൾ എല്ലാം തന്നെ അതിനകത്തുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഈ ഒരു 23 ജോബ്സുകൾ അല്ലെങ്കിൽ UKയ്ക്കായിട്ട് 20 ജോബ്സുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയിലെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പോൾ UKയ്ക്ക് വേണ്ടുന്ന 20 ജോബുകളാണ്. ഈ 20 ജോബുകളിൽ നിങ്ങളുടെ ജോബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഡിസ്കൗണ്ട് ലഭിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിൻ്റെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ സാലറിയിൽ ഇതുപോലെ ഡിസ്കൗണ്ട് ലഭിച്ചിരിക്കുന്നു. പക്ഷേ അതെല്ലാം മാറ്റി UKയുടെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറുമുള്ള ജോബുകളെല്ലാം തന്നെ ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 23 ജോബുകൾ മാത്രമാണ് സ്കോട്ട്ലൻഡിനും അതുപോലെ തന്നെ UKയ്ക്കുമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജോബിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാലറി ഡിസ്കൗണ്ട് ലഭിക്കും. ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കാർപ്പൻറ്റേഴ്സിനൊക്കെ ഈസി ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിഷിംഗ് മേഖലയിലൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ജോലി കിട്ടി UK വരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ തെളിഞ്ഞിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം കാർപ്പൻറ്റർ, അതുപോലെ തന്നെ വെൽഡേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ മേസണും റൂഫേഴ്സും ടൈലേഴ്സും ഒക്കെ ഉണ്ട്. അതേപോലെയുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ UK കടന്നു വരാനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴത്തെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ UK വരണമെന്നുണ്ടെങ്കിൽ അത്ര ഈസിയൊന്നുമല്ല. കാരണം നിങ്ങളുടെ സാലറി നമ്മൾ സ്കെയിൽ നോക്കുമ്പോൾ വളരെ കുറച്ച്, ഏകദേശം ഒരു 25,000 അല്ലെങ്കിൽ 23,000 സംതിങ് നിങ്ങൾക്ക് സാലറി കിട്ടിയാൽ മതി. ഇപ്പോഴും പക്ഷേങ്കിൽ ഈ ഒരു ജോബിനായിട്ട് UK വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 70 പോയിൻറ്റ്സ് സ്കോർ ചെയ്യണം. പക്ഷേങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു കാർപ്പൻറ്ററോ അല്ലെങ്കിൽ ഒരു വെൽഡറോ ഒക്കെ UK വരണം, നിങ്ങൾക്ക് IELTS-ന് 7 അല്ലെങ്കിൽ 7.5 ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ 70 പോയിൻറ്റ് സ്കോർ ചെയ്തിരിക്കണം. അതായത് UK ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ഈ ഒരു 70 പോയിൻറ്റ് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇപ്പോഴേ കാർപ്പൻറ്ററായിട്ടോ വെൽഡറായിട്ടോ അല്ലെങ്കിൽ മേസണായിട്ടോ റൂഫറായിട്ടോ ട്രൈലറായിട്ടോ ഒക്കെ UK ഈസി ആയിട്ട് ഇനിയിപ്പോൾ വരാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഗൾഫിലൊക്കെ ധാരാളം ആൾക്കാരാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ധാരാളം എഞ്ചിനീയർമാരാണ് ഇതേപോലെയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലപോലൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ടി UK ഇനിയിപ്പോഴേ വരാനായിട്ട് സാധിക്കും. ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ജോബ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ റൂൾസ് എന്ന് പറയുന്ന അതിലേക്കൊന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് അവിടെ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. സാധാരണപ്പെട്ട എല്ലാ വേക്കൻസികളും
നേരത്തെ ഉള്ള വേക്കൻസികളെല്ലാം തന്നെ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാലറി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനുള്ള എല്ലാവർക്കും തന്നെ സാലറി ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴും നമുക്കൊരു HCAക്കോ അല്ലെങ്കിൽ നേഴ്സിനോ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ 23,000 സംതിങ് പൗണ്ട് മാത്രം മതി. അപ്പോൾ ഈ ഒരു ISL ലിസ്റ്റിൽ, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ നേഴ്സസിൻ്റെ വേക്കൻസികൾ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വേക്കൻസികളെല്ലാം പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു എന്ന് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇമിഗ്രേഷൻ റൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു നേഴ്സസ് വേക്കൻസികൾ മുഴുവനും തന്നെ അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള നേഴ്സസിനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനോ അല്ലെങ്കിൽ ഫാർമസിയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോ ഒന്നും തന്നെ വരാനായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇപ്പോഴും ഇല്ല. നിങ്ങൾ ഈ ഒരു സ്കോർ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ IELTS അല്ലെങ്കിൽ അതുപോലെയുള്ള OET അതുപോലെയുള്ള എക്സാമുകളൊക്കെ ഇതിന് വേണ്ടി നിങ്ങൾ പാസ്സായിരിക്കണം. ഇപ്പോൾ ഒരു കാർപ്പൻറ്റർ വരുന്ന പോലെക്കോ അല്ലെങ്കിൽ ഒരു പ്ലംബർ വരുന്ന പോലെക്കോ ആയിരിക്കത്തില്ല. കാരണം നിങ്ങളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IELTSനും OETക്കും ഒക്കെ ഈ പറയുന്ന സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അതിൻ്റെ ഒരു ടേബിൾ 1, 2, 3ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വേക്കൻസികളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെയൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇപ്പോഴ് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ UK വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ പുറകെയൊന്നും പോകേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ ഇൻഡീഡോ അല്ലെങ്കിൽ ഗ്ലാസ് ഡോറോ ഇതുപോലുള്ള ഇതുപോലുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേക്കൻസികളെല്ലാം തന്നെ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേക്കൻസികൾക്ക് വരാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പുതിയ ഒരു സ്കിൽഡ് വർക്കർ വിസ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ISL ഈ ഒരു പബ്ലിഷ്ഡ് 4th April 2024 ആണ് സ്കിൽഡ് വർക്കർ വിസ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ്. അതുകൂടി നമ്മൾക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യു ആർ അപ്ലൈയിങ് ഫോർ എ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ ഇൻ സർട്ടൻ ഓക്യുപ്പേഷൻസ്. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ കെയർ ക്വാളിറ്റി കമ്മീഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്ന നഴ്സിംഗ് ഹോമുകളിൽ മാത്രമേ വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ഓക്യുപ്പേഷൻ കോഡ് പുതിയതാണ്. അത് 2020 ഷോർട്ടേജ് ഓക്യുപ്പേഷൻ കോഡുകളായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഷോർട്ടേജ് ഓക്യുപ്പേഷൻ കോഡ് 1212 മാനേജേഴ്സ് ആൻഡ് പ്രൊപ്പറേറ്റേഴ്സ് ഇൻ ഫോറസ്ട്രി, ഫിഷിംഗ് ആൻഡ് അത് നിങ്ങൾ സ്കോട്ട്ലൻഡിന് മാത്രമാണ്. നിങ്ങൾ കൊടുത്തിരുന്ന 3 ജോബുകളെന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിന് മാത്രമാണ്. ഇത് കെമിക്കൽ സയൻറ്റിസ്റ്റ് അത് സ്കോട്ട്ലൻഡിന് ഒള്ളിയാണ്. ബയോളജിക്കൽ സയൻറ്റിസ്റ്റിന് UK വൈഡ്, അതായത് 41,900 ആണ് അതിൻ്റെ സാലറി എങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32,100 പൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവും. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഹ്യൂമാനിറ്റീസ് സയൻറ്റിസ്റ്റ്, ഗ്രാഫിക് ആൻഡ് മൾട്ടിമീഡിയ ഡിസൈനേഴ്സ്, ലാബറട്ടറി ടെക്നീഷ്യൻസ് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. UK വൈഡാണ്. 30,960 ആണ് വേണ്ടുന്ന സാലറി എങ്കിൽ ഇത് നമുക്കറിയാം ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഹെൽത്തിലായതുകൊണ്ട് 23,200 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാബറട്ടറി ടെക്നീഷ്യനായിട്ട് വരാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ നിങ്ങൾ 70 പോയിൻറ്റ് സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യൻസ് ഓൾ ജോബ് അതിലും നിങ്ങൾക്ക് 23,400 നിങ്ങൾക്ക് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസ ലഭിക്കും. അതേപോലെ തന്നെ ഡാൻസേഴ്സ് ആൻഡ് കോറിയോഗ്രാഫേഴ്സ് UK വൈഡാണ് 23,200 മതി. ഇനിയിപ്പോഴേ മ്യൂസീഷ്യൻസ് ഉണ്ട്. അതിനും നിങ്ങൾക്ക് 27,300 ആണ് നിങ്ങളുടെ മിനിമം സാലറി നിങ്ങൾക്ക് വേണ്ടുന്നത്. അതേപോലെയൊക്കെ തന്നെ നമ്മൾ ആർട്ട് ഓഫീസേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷിംഗ് ട്രേഡ് നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ് UK വൈഡാണ്. അതിനും നിങ്ങൾക്ക് വേണ്ടത് 23,200 ആണ്. വെൽഡിംഗ് ട്രേഡ്സ് ഓൺലി ഹൈ ഇൻറ്റഗ്രിറ്റി പൈപ്പ് വെൽഡേഴ്സ് വെയർ ദി ജോബ് റിക്വയർസ് 3 or more years റിലേറ്റഡ് ഓൺ ദി ജോബ്. ഇത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 31,700 ആണ്. പക്ഷേ നിങ്ങൾക്ക് 26,400 നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UKയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വിസയിൽ വരാനായിട്ട് സാധിക്കും. ബോട്ട് ആൻഡ് ഷോപ്പ് ബിൽഡേഴ്സ്, സ്റ്റോൺ മേസൺസ് ആൻഡ് റിലേറ്റഡ് ട്രേഡേഴ്സ്, ബ്രിക്ക് ലേയേഴ്സ് ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ മെയ്സണ് അതുപോലെയുള്ള ആൾക്കാർ, റൂഫേഴ്സ്, റൂഫ് ടൈലേഴ്സ് ആൻഡ് സ്ലേറ്റേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ജോയിനേഴ്സ് ആൻഡ് ഓൾ ജോബ്, കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് ട്രേഡ്സ് നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ് ഇതുപോലുള്ള എല്ലാ ആൾക്കാർക്കും ഇനിയിപ്പോൾ UKയിലേക്ക് വരാനായിട്ട് സാധിക്കും. അവർക്ക് മിനിമം അവർക്ക് ഉണ്ടായിരിക്കേണ്ട സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ സ്റ്റോൺ മേസന് 25,800 ബ്രിക്ലെയറിന് വേണ്ടുന്നത് 25,800, റൂഫേഴ്സിന് വേണ്ടുന്നത് 25,800, കാർപ്പൻറ്റേഴ്സിന് വേണ്ടുന്നത് 25,200 ആണ്. 25,200 നിങ്ങൾ വാങ്ങിയാൽ മതിയും. കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് ട്രേഡ്സ് അതിനും 25,500 പൗണ്ട് നിങ്ങൾക്ക് മതി. അതേപോലെ തന്നെ കെയർ വർക്കേഴ്സ് ആൻഡ് ഹോം കെയറേഴ്സ് ഓൾ ജോബ് എക്സെപ്റ്റ് ജോബ്സ് വിത്ത് എ വർക്കിംഗ് ലൊക്കേഷൻ. അതിൽ നിങ്ങൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ദി കെയർ ക്വാളിറ്റി കമ്മീഷൻ ആൻഡ് ഈസ് കറൻ്റ്ലി കാരിങ് ഓൺ എ റെഗുലേറ്റഡ് ആക്ടിവിറ്റി. അതായത് നിങ്ങൾ ഈ ഒരു കെയർ ക്വാളിറ്റി കമ്മീഷൻ റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന നേഴ്സിംഗ് ഹോമുകൾ മാത്രമേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ വരാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,200 ആണ്. അതേപോലെ തന്നെ സീനിയർ കെയർ വർക്കേഴ്സിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ 6136 ആണ്. കെയർ വർക്കേഴ്സിൻ്റെ 6135 ആണ്. സീനിയർ കെയറേഴ്സിനാണെന്നുണ്ടെങ്കിലും 23,200 പൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും UK വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇപ്പോൾ ഈ ഭയങ്കര രീതിയിൽ UK ഗവൺമെൻറ് ടൈറ്റ് ചെയ്തപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് മലയാളികളെ പോലെയുള്ള ഇതുപോലെയുള്ള സാധാരണ ആൾക്കാർക്ക് UK വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. നേഴ്സസിനോ അല്ലെങ്കിൽ കെയറേഴ്സിനോ സീനിയർ കെയറേഴ്സിനോ ഇതുപോലെ തന്നെ വെൽഡേഴ്സിനോ കാർപ്പൻറ്റേഴ്സിനോ അല്ലെങ്കിൽ ബിൽഡേഴ്സിനോ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ UK ഈസി ആയിട്ട് വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ചാനലിൽ കൂടി നിങ്ങൾ ഈ പറയുന്ന വെബ്സൈറ്റുകൾ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഇൻഡീഡിലോ റീഡിലോ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വേക്കൻസികളുണ്ട്. അങ്ങനെ നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. ഒരു ഏജൻസിയുടെയും പുറകെ പോട്ടുന്ന യാതൊരു കാര്യമില്ല. നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളുമൊക്കെ അറിയാവുന്ന ഒരാളാണ്, നിങ്ങൾ 70 പോയിൻറ്റ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ₹1 പോലും ഏജൻസിക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് UK വരാൻ പറ്റുന്ന വലിയൊരു സുവർണ അവസരമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അഥവാ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.